മികച്ച സ്കൂളിന് മുന്നിലാണ് BPM മോഡൽ സ്കൂൾ. നാട്ടുകാർ പറഞ്ഞു, നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. പഞ്ചായത്തുകാരോട് ചോദിച്ചപ്പോൾ അവരും അറിഞ്ഞിട്ടില്ല. ആ സ്കൂളിലെ മാനേജ്മെന്റ് മാത്രം എതിർത്താൽ മതിയായിരുന്നു, അവരെ ഒരു വാക്ക് മതിയായിരുന്നു. ബാക്കിൽ അവർക്ക് എന്തുകൊണ്ട് അനുകൂലമുള്ള രീതിയിലുള്ള മറുപടിയാണ് അവർ പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിന്റെ റേഡിയേഷനും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ പഠിക്കുന്നത് 1000-ലധികം വിദ്യാർത്ഥികളാണ്. വരും തലമുറയ്ക്ക് പോലും ഉപയോഗമില്ലാത്തവരാകും. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു മികച്ച സ്കൂളിന് മുന്നിലാണ്. BPM മോഡൽ സ്കൂൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്, അല്ലേ? 1000-ലധികം അഡ്മിഷനുകളുണ്ട്. അതെ, 1000-ലധികം അഡ്മിഷൻ. പലരും ഇവിടെ വന്ന അഡ്മിഷൻ പിൻവലിച്ച് പോവുകയാണ്. അഡ്മിഷൻ പിൻവലിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു പുതിയൊരു ടവർ, ഒരു 100 വീടിനകത്ത് ഒരു പുതിയ ടവർ വന്നിരിക്കുന്നു, മൊബൈൽ ടവർ വന്നിരിക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് കുട്ടികളെ മുന്നോട്ട് ഇവിടെ പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിൻ്റെ റേഡിയേഷനും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നാട്ടുകാരുടെ പലയിടത്തും സംസാരിച്ചു. 200 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്ത് LP സ്കൂളിൻ്റെ അടുത്ത് വന്നത് അതുവരെ മാറ്റിച്ചു. അപ്പോൾ ഈ 1000 കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് മാറ്റിക്കാനായിട്ട് അപ്പോൾ സ്കൂള് മാനേജ്മെൻറ്റായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരിതുവരെ അതിന് തിരിച്ചൊരു മറുപടിയൊന്നും അതെ ഇതുവരെ തിരിച്ചൊരു മറുപടിയൊന്നും ആയിട്ടൊന്നും തന്നിട്ടില്ല. ഇവിടെ മികച്ച വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നോട്ട് റീച്ചബിൾ ആണ് ഈ സ്കൂൾ എന്നാണ് പറയുന്നത്. അറിഞ്ഞ സമയത്ത് ഞാൻ വന്ന് സ്കൂൾ മാനേജ്മെൻറ്റിൽ ഒരാളുടെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരിതിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഞാൻ ചോദിച്ചു, ഇത്രയും കുട്ടികൾ ഇവിടെ പഠിക്കുന്നിടത്ത് ഈ ഒരു ടവർ വന്നു കഴിഞ്ഞാൽ അത് കുട്ടികളെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചു. റേഡിയേഷൻ പൊടി കൊച്ചുങ്ങളല്ലേ ഇവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങളെ ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഈ ഒരു ടവർ ഇവിടെ എന്തായാലും വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പഴയ കണക്കുള്ള റേഡിയേഷനൊന്നും ഉണ്ടാവില്ല, വലിയ ദോഷങ്ങളൊന്നും വരില്ല എന്നുള്ള മറുപടിയാണ് ഇവരെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ സ്കൂളിൽ ഇവിടെ ഒരു ടവർ വന്നാൽ എന്താണ് അവർക്ക് നേട്ടം? അവർക്ക് നേട്ടമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർക്ക് നെറ്റ്വർക്കുകളൊക്കെ നല്ല സ്പീഡ് കിട്ടും. വിദ്യാഭ്യാസമാണല്ലോ. അപ്പോൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന എല്ലാത്തിനും അവർക്ക് ബാക്കിൽ അവർക്ക് എന്തുകൊണ്ട് അനുകൂലമുള്ള രീതിയിലുള്ള മറുപടിയാണ് അവർ പറഞ്ഞത്. ഞാൻ രാവിലെ പഞ്ചായത്തിൽ പോയായിരുന്നു ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട്. അപ്പോൾ പഞ്ചായത്തുകാർ പറയണത് പഞ്ചായത്തിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സാങ്ഷൻ കൊടുക്കുക മാത്രമേ അവർക്ക് അതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ അവർക്കിത് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പിന്നെ അടുത്തുള്ള പഞ്ചായത്ത് അറിഞ്ഞത് ഇത് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം എന്നാണ് പറയണത്. ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് സാങ്ഷൻ കൊടുക്കാനേ ഉള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ പഴയ കണക്ക് പഞ്ചായത്തിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഇതൊന്നും ഇല്ലയെന്ന് പഞ്ചായത്തുകാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സപ്പോർട്ടും എതിർപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇവിടുന്ന് മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, അവിടെ ഒരു സ്കൂളുണ്ട് പിന്നെ. അപ്പോൾ അവരല്ലേ ഇതിന് മുന്നിട്ടിറങ്ങേണ്ടതെന്നാണ് പഞ്ചായത്തുകാർ ചോദിച്ചത്. അവരൊരു സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ്, സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റ്, ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒപ്പ് മാത്രം മതി. അതിൻ്റെ പിന്നിൽ പഠിക്കുന്ന കംപ്ലീറ്റ് കുട്ടികൾ അതിൻ്റെ പിന്നിൽ അണിനിരക്കും. അതറിയത്തില്ലേ? ഞാൻ ആദ്യം ചെയ്ത് സ്കൂളിനെ കോൺടാക്ട് ചെയ്തു. ചെയ്തപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ റിപ്ലൈ ഇപ്പോൾ ടവറിന് റേഡിയേഷൻ ഇല്ല. പിന്നെ സ്കൂൾ അറിഞ്ഞുകൊണ്ടല്ല. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കല്ല കുട്ടിയെ കൊണ്ടാക്കുന്നത്. നമ്മുടെ മൊബൈൽ നമ്മൾ പിള്ളേർക്ക് കൊടുത്താലേ നമുക്ക് ഇഷ്യൂ ഉണ്ടാവുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോളെ ഒരു KG മുതലാക്കിയാൽ 15 വർഷം കുട്ടി കണ്ടിന്യൂസ് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. രാവിലെ ഒരു 8:30 വന്നാൽ വൈകിട്ട് ഒരു 3:15-4 മണി വരെ കണ്ടിന്യൂസ് പിള്ളേർ കാണുന്നൊരു സ്ഥാപനം. ഒരു സ്കൂളിൻ്റെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ ഒരു സ്കൂളോ ഹോസ്പിറ്റലോ ഉണ്ടെങ്കിൽ മൊബൈൽ ടവർ പോലൊരു സ്ഥാപനം വരാൻ പാടില്ല. അതെ, സ്കൂളും ഹോസ്പിറ്റലും ആണ് മെയിൻലി പറയുന്നത്. അപ്പോൾ സ്കൂളിനോട് ഇത്ര ചേർന്ന് ഇത് വന്നപ്പോൾ മെയിൻലി ഇവരിവിടെ ആരെ അറിയിച്ചിട്ടില്ല, സ്കൂളിനെ അറിയിച്ചിട്ടില്ല, നാട്ടുകാരെ അറിയിച്ചിട്ടില്ല. ഇവിടെ പഠിക്കുന്നത് 1000-ഓളം അല്ലെങ്കിൽ 1000-ലധികം വിദ്യാർത്ഥികളാണ്. കുട്ടികളുടെ പാരൻസ് പറയുന്നത് തൻ്റെ മക്കൾ ഇവിടെ നിന്നും വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുമ്പോൾ അവരെല്ലാം ബുദ്ധിവൈകല്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വരും തലമുറയ്ക്ക് പോലും ഉപയോഗമില്ലാത്തവരാകും. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിൽ നിന്നും നിരവധി പേർ അഡ്മിഷൻ പിൻവലിക്കുകയാണ്. പക്ഷേ പലരും പറയുന്നത് അടച്ച അഡ്മിഷൻ തുക തിരികെ കിട്ടുവാൻ സാധ്യതയില്ല. അതിൻ്റെ പേരിൽ മാത്രമാണ് കുറച്ച് നാളുകളെങ്കിലും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നാണ്. ഇതിനു മുമ്പും BPM മോഡൽ സ്കൂൾ ഈ ഒരു മൊബൈൽ ടവർ ഇവിടെ വരുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അന്ന് യൂറ്റൂർ ഗ്രാമപഞ്ചായത്ത് പോലും ഇടപെട്ടുകൊണ്ട് അത് നിർത്തി. കാര്യം ഇവർക്ക് ഈ കുരുന്നുകളുടെ ആരോഗ്യമാണ് വലുത്. അതുകൊണ്ട് തന്നെയാണ് അത് നിർത്തലാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് മറ്റ് പല വഴികളിലൂടെയും ഇവിടെ ഒരു മൊബൈൽ ടവർ വന്നിരിക്കുന്നു. സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത് അവർക്കിതിൽ പങ്കില്ല എന്നാണ്. സത്യം പറഞ്ഞത് ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം ടവർ വന്ന കണക്കായി. ഇതിലിപ്പം ആരും സാക്ഷ്യം വയ്ക്കുകയില്ല. അതാണ് അവസ്ഥ. എന്തായാലും ശരി, ഇതുമായി ബന്ധപ്പെട്ട BPM മോഡൽ സ്കൂളിൻ്റെ ബന്ധപ്പെട്ടവരുമായി നമ്മൾ സംസാരിച്ചു. അവർക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ പ്രതികരിക്കാൻ അവരില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ടവർ
ഇവിടെ വരുവാൻ മൗനസമ്മതം കൊടുത്തത് അല്ലെങ്കിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഈ BPM മോഡേൺ സ്കൂൾ ആണ് എന്ന് അവർ പറയാതെ പറയുന്നു. നമുക്ക് ആരും പൈസ തന്നിട്ടില്ല, നമ്മളിത് അറിഞ്ഞതുപോലും ഇല്ല. ആ സ്കൂളിലെ മാനേജ്മെൻറ്റ് മാത്രം ഇതിന് വേണ്ടി എതിർത്താൽ മതിയായിരുന്നു, അവരെ ഒരു വാക്ക് മതിയായിരുന്നു. അതുപോലും ചെയ്തില്ല. നമ്മളെയും കൊച്ചുമക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചിനെ ഞാൻ മാറ്റും, മറ്റുള്ളവരോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അവർ അറിയുമ്പോൾ മാറ്റിക്കോട്ടെ. ഈ നാട്ടുകാരുടെ കംപ്ലീറ്റ് ഒപ്പിട്ട് ഒബ്ജക്ഷൻ ഇല്ല എന്നുള്ളത് കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്ന് അറിയുന്നു. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാൻ പറ്റുമോ നിങ്ങളുടെ ചാനൽ വഴി? ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെയാണോ ഒപ്പിട്ട് കൊടുക്കുന്നത്? കൊടുത്തിട്ടില്ല എന്നാണ്. നമ്മളാരും കൊടുത്തിട്ടില്ല. ഇല്ല, നമുക്കത് അറിയണം, അതറിയണം. ആ പ്രധാ അതിന്റെ തൊട്ടടുത്ത് ഇല്ല. എൻ്റെ വീടാണ് പോരത്. നമ്മളിതൊന്നും അറിഞ്ഞില്ല. അവരിപ്പോൾ തന്നെ മാവും മരവും മുറിച്ചപ്പോൾ ആളുകൾ തിരക്കുകയോ പറഞ്ഞ് അവരൊക്കെ വിറവൊക്കെ ഇടാൻ ഷെട്ട് കെട്ടാനാണെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞത് ഈ പെരേടക്കാർ പറഞ്ഞു ഷെട്ട് കെട്ടാനാണെന്നാണ് പറഞ്ഞത്. പിന്നമുട്ടി വെച്ചില്ല. പിന്നമുട്ടിൽ വന്നപ്പോൾ റെസിഡൻസുകാരും എല്ലാവരും കൂടെ നിന്ന് അവിടെ വെക്കാൻ സമ്മതിക്കാതെ അവർ പോയി വെച്ചില്ല. അപ്പൊ ഇല്ല ഇല്ല, അവിടെ ചേർക്കൂല. ഈ പൊടി കൊച്ചു വരെ ഉള്ളതാണ്. എന്നിട്ടാണ് അവര് നമ്മളാരും അറിഞ്ഞില്ല ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇല്ല 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 ഇല്ല, ഇവിടെ അല്ലേ ചേർക്കുന്നു. പൊടി കൊച്ചുങ്ങളുണ്ട്, അപ്പുറത്തെ വീട്ടിൽ ഒരു മാസം തവഞ്ഞ ഗർഭിണിയുണ്ട്. ഇതിനൊക്കെ ഈ റേഡിയേഷൻ ഉണ്ടായ തകരാറാണ്. 1000 കുടുംബത്തിന് തുല്യമാണ് അവരെ ഒരു വാക്ക്. അത് അവർ ചെയ്തില്ലല്ലേ. അവരിന്ന് ഇതിനുള്ള അനുമതി കൊടുക്കരുത്, അതാരും ചെയ്യേണ്ടത്. ഈ ടവറിന്റെ വിഷയം അല്ലാതെ ക്ലാസ് ഒന്നും പ്രശ്നമൊന്നുമില്ല, നല്ല ക്ലാസ് ഒക്കെയാണ്. പക്ഷേ ആണ് പക്ഷേ ഈ ടവറിന്റെ വിഷയം കൊണ്ട്, കാരണം ഞങ്ങളിത് സ്കൂളിനെ കോൺടാക്ട് ചെയ്തതാണല്ലോ. അല്ല, ഇത് ഞങ്ങൾക്ക് മുന്നേ സ്കൂളുകാരെ എതിർക്കണ്ടേ? അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു എതിർപ്പോ പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസോ ഒന്നും ഈ നിമിഷം വരെ ഇപ്പോൾ ഈ മീഡിയ വന്നിട്ട് പോലും ഇറങ്ങിയിട്ടോ പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസ് സ്കൂളിന്റെ ഭാഗത്തു നിന്നില്ല. എൻ്റെ ഒരു മോളാ. അതെ, അപ്പോൾ ഒരു കുട്ടികളുടെ കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് ഇതാണെങ്കിൽ നമ്മളെങ്ങനെ വിശ്വസിച്ചാൽ വീണ്ടും അവരെ ഇവിടെ കൊണ്ടാക്കുന്നത്? തീരുമാനിച്ച് മാറ്റാന്നുള്ളതാണ്. മോളിപ്പോൾ 3 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ ചേർത്ത സമയത്ത് കൊടുത്ത അഡ്മിഷൻ ഫീസ് ഉണ്ട്. പിന്നെ അതുപോലെ അടുത്ത അധ്യയന വർഷത്തേക്ക് ഞങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നുണ്ടല്ലോ, യൂണിഫോമിൻ്റെയൊക്കെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. കാരണം ഞങ്ങളുടെ മോളുടെ പ്രശ്നമോ ഞങ്ങളുടെ പ്രശ്നമല്ല. ഈ ടവറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് സ്കൂളുകാർ ഇടപെട്ടിരുന്നെങ്കിൽ, അതായത് ഇത് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മോളെ എനിക്കിപ്പോൾ ഇതിങ്ങനെ ഇത്ര ഒരു ഇഷ്യൂവിൽ കൊണ്ടുവന്നിരുത്താണ്ട് ഇവിടെ അടുത്ത് ഒരുപാട് സ്കൂളുണ്ടല്ലോ, നമുക്ക് അടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. ഇത് മാത്രമല്ലല്ലോ. എന്തായാലും ശരി, തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ തന്നെയാണ് BPM മോഡൽ സ്കൂൾ. അതിൽ തർക്കമില്ല. മികച്ച വിദ്യാഭ്യാസം തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് നൽകുന്നത്. പക്ഷേ ഓരോ കുട്ടിയും ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ അവർ ഈ പാരൻസിന് അല്ലെങ്കിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ട്. മികച്ച വിദ്യാഭ്യാസം, മികച്ച അന്തരീക്ഷം, പിന്നെ മികച്ച സൗകര്യങ്ങൾ. അതിൽ വീഴ്ച വരുത്തിയിരിക്കുന്ന സ്കൂള്. ഇവിടെ വലിയൊരു രോഗത്തിനടിമയായി ഇവർ പുറത്തിറങ്ങും എന്നാണ് ഇവർ ആശങ്കപ്പെടുന്നത്. ഇത് വലിയൊരു വീഴ്ച തന്നെയാണ് സ്കൂളിൻ്റേത് എന്ന് പലരും പറയുമ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വീസ് ന്യൂസ്.